ഇതിപ്പം കാണുമ്പോൾ മനസ്സിലായി എന്താ സാധനം എന്നുള്ളത്. ഫെർമോൺ ട്രാപ്പ് അല്ലെങ്കിൽ പഴയ ചെക്കണി എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോരായ്മ ഞാൻ കാണിച്ചുതരാം. ഈ കാണുന്നത് നമ്മൾ ഇപ്പം ഈ ഹുക്ക് ബോർഡ് ഞാൻ അഡീഷണൽ കമ്പി കൊടുത്താണ് ഒരു കമ്പി ഇങ്ങനെ തൂക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കേക്കിരിക്കുന്ന ഭാഗം ഈ കാണുന്ന ഭാഗത്താണ് കേക്കിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു അകത്ത് ആ ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട്. അപ്പം നല്ല മഴയും കാറ്റുള്ള സമയത്ത് ഈ കാണുന്ന ഹോളിൽ കൂടെ 3 ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ നല്ലപോലെ വെള്ളം അടിച്ച് കയറിയിട്ട് ഈ കേക്കിൽ പറ്റി കേക്കിൻ്റെ അകത്തുള്ള ആ ഒരു എഫക്റ്റ് വെള്ളത്തിനൊപ്പം താഴത്തേക്ക് പോയി വീഴും. അതാണ് ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും വലിയൊരു പോരായ്മ ഈ ഒരു ട്രാപ്പിൻ്റെ. പക്ഷേ നമ്മൾ കേക്ക് 2 തരത്തിലൊക്കെ കിട്ടുന്നുണ്ട്, 45 ഡേയ്സിൻ്റെയും 90 ഡേയ്സിൻ്റെയും. അപ്പം നമ്മളൊരു 45 ഡേയ്സിൻ്റെയോ 90 ഡേയ്സിൻ്റെയോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നമ്മൾ ഈ മഴയുള്ള സമയങ്ങളിൽ അത് 1 മാസം പോലും നമുക്ക് കിട്ടില്ല. കാരണം മെയിൻ പ്രശ്നം ഈ കാണുന്ന ഹോളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഗൂഗിളിലും ആമസോണിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു ട്രാപ്പ് കിട്ടി. അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു വെള്ളം നേരെ ഇറങ്ങാത്ത തരത്തിലുള്ളൊരു ട്രാപ്പ് കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് വയ്ക്കുമ്പോൾ 120 രൂപ 130 രൂപയൊക്കെ കോസ്റ്റ് ഉണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് ഇത്ര വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ഇട്ടത്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ പറയേണ്ടത്. അപ്പോൾ പ്രശ്നം എന്താ, ഈ ഹോളിൽ കൂടെ വെള്ളം അകത്തോട്ട് കയറും. കണ്ടോ, ഈ ഹോളിൽ കൂടെ വെള്ളം അകത്തോട്ട് കയറും. അത് കാറ്റും മഴയും വരുമ്പോഴാണ് മെയിൻ പ്രശ്നം. അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല, വേനൽക്കാലത്ത് ഒട്ടും കുഴപ്പമില്ല. ഇതാണ് നമുക്ക് ഡെലിവറി വന്ന ബോക്സേ. വേറെ ഒന്നുമല്ല, ആ ഒരു ട്രാപ്പാണ്. ഇതിൻ്റെ അതിന് 2 ട്രാപ്പാണ് ഓർഡർ ചെയ്തത്. ഒന്ന് അതിൻ്റെ ലൂറുണ്ട്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ബ്രാൻഡ് ഞാൻ നോക്കുന്നില്ല, എനിക്ക് മെയിൻ പർപ്പസ് എനിക്ക് ആ ഒരു ട്രാപ്പ് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കേക്കുണ്ട്, 2 കേക്കുണ്ട്. പിന്നെ നമ്മൾ വാങ്ങുമ്പം ഫ്രൂട്ട് ഫ്ലൈസിൻ്റെ കേക്കാണെന്ന് നോക്കി തന്നെ വാങ്ങണം. ഇതൊന്നും പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ബോക്സ് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള ട്രാപ്പാണ്, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ട്രാപ്പ് 2 ഇതിൻ്റെ ക്യാപ്പുണ്ട്. എൻ്റെ ടോപ്പ് ഭാഗം ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ട്രാപ്പ്. ഇപ്പോൾ ഇതിൽ കൂടെ വെള്ളം കയറില്ല. ഈച്ച കയറുന്നത് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച കയറുന്നത് ഈ ഭാഗത്തിൽ കൂടെ ഈച്ച കയറുന്നത്. അപ്പോൾ ഒരിക്കലും മഴ അടിച്ച് കഴിഞ്ഞാൽ നേരിലേക്ക് വെള്ളം ഇറങ്ങില്ല. അത് തന്നെയാണ് എനിക്ക് വേണ്ട മെയിൻ കാര്യം. ഈ ഒരു ട്രാപ്പിനും കേക്കിനും കൂടെ ഈ ഒരു സെറ്റിന് 137 35 ആ റേറ്റ് ആയിട്ടുള്ളൂ. ആമസോണിലാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, ബ്രാൻഡ് ഞാൻ നോക്കുന്നില്ല, എനിക്ക് ഈ ഒരു സാധനമാണ് വേണ്ടത്. ഈ ഒരു കേസ്, ഈ ഒരു കേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലൂറ് ഇതിൻ്റെ കൂടെ കിട്ടുകയാണേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനിയിപ്പം ഇത് എഫക്റ്റീവ് ആണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ വീണ്ടും ബാരിക്സിൻ്റെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിടും. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം വെള്ളം ഇറങ്ങില്ല. അത് ഈ വെള്ളം നല്ലപോലെ വരും. ഇപ്പോൾ കാണിച്ചു തന്നല്ലോ വീഡിയോസിൽ വെള്ളം ഇറങ്ങി കിടക്കുന്നത്. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഇതിലൊരു കേക്ക് ആഡ് ചെയ്താൽ ആ കേക്കിൻ്റെ ഫുൾ ലൈഫ് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ അഡീഷൻ വന്നേക്കുന്നത് ഇതിപ്പം നമ്മുടെ ട്രാപ്പ് എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു കേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു ക്ലിപ്പ്, പിന്നെ നമ്മുടെ ഈ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു വയർ ടൈ നല്ലൊരു ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അതൊന്നും കാര്യമാക്കേണ്ട. ഇത് രണ്ടും നമുക്ക് മാറി ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാം. പക്ഷേ ഈ സാധനമാണ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം കമ്പയർ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇതാണ് നമ്മുടെ ബാരിക്സിൻ്റെ. ഇതിൽ കൂടെ ഹോളുണ്ട്. ഇവിടെ കൂടെയാണ് ഈച്ച കയറുന്നത്, വെള്ളവും കയറും. ഇതാകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. താഴെ കൂടെയാണ് നമ്മൾ ഹോള്, താഴെ കൂടെയാണ് ഇതിൻ്റെ ഈച്ച കയറുന്നത്. അപ്പോൾ വെള്ളം വീഴാതെ നമുക്ക് ലൈഫ് ആ ഒരു അത്രയോളം ഞാൻ പറയുന്നുള്ളൂ. ആ ലൂറിൻ്റെ ലൈഫ് ഫുൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ഒരു ബ്രാൻഡ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ടൈപ്പിൽ കോസ്റ്റ് കുറച്ച് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയും കുറച്ചാൽ അത്ര നല്ലത്. ഈ ഒരു കെണിയാണ് നമുക്ക് ആവശ്യം, ബാരിക്സിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അത് ബാരിക്സിൻ്റെ കേക്കും ഈ ഒരു കെണിയും വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് അത് നിന്നോളും. അങ്ങനെ നമ്മുടെ പഴയ ട്രാപ്പിൻ്റെ സ്ഥലത്ത് പുതിയ ട്രാപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഈച്ച വന്ന് കയറുന്ന ടൈപ്പാണോ അതോ ഈ ലൂറിൻ്റെ അകത്ത് പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ ഈച്ച തച്ച് വീഴാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാരിക്സ് ഞാൻ വെള്ളം വെക്കില്ല, ബാരിക്സിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൽ എനിക്കങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കണം എന്താണ് അതിൻ്റെ എഫക്റ്റ്, നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെയാണ്. കാരണം വെള്ളം ഇറങ്ങില്ല, താഴെ കൂടി ഈച്ച വരുന്നുണ്ട്, മുകളിൽ കൂടെ വെള്ളം ഇറങ്ങാത്തൊരു വലിയൊരു യൂസ്ഫുൾ ഉണ്ട് അതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഇവിടെ അത് ഒഴിവായിട്ടുണ്ട്. ബാരിക്സിൻ്റെ ഞാൻ പറഞ്ഞില്ല, സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങുന്ന കേസ്, അതിൽ ഇത് ഓക്കെയാണ്.